നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എംബോസ് മോണോഗ്രാം എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. ഡിസൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓർഡിനറി സ്വിംഗ് മെഷീനിൽ ഇന്ന് നമുക്കിത് ചെയ്യാം. എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായ മെഷീൻ സെറ്റിങ്സ് നമുക്ക് നോക്കാം. പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഫീഡ് ഡോഗ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം വരുത്തണം. നമുക്കിത് സെൻറ്ററിലോട്ട് വെക്കാം. നൂലിൻ്റെ ടെൻഷൻ കുറയ്ക്കുന്നതിന് ഈ സ്ക്രൂ കുറച്ച് ലൂസാക്കി കൊടുക്കാം. ബി എന്ന് എഴുതിയ ലെറ്ററിൻ്റെ ഇടയിലൂടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതാദ്യം ചെയ്യാം. സാധനങ്ങൾ, ഒരു ട്വൈൻ ആവശ്യമുണ്ട്, പിന്നെ മുറിച്ചുള്ള ഒരു കത്രിക. കുറേ ട്വൈൻ പീസായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യാനുസരണം വെച്ച് കൊടുത്താൽ മതി. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ഡിസൈൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തയ്ക്കാം. ഇത് കണ്ടോ, ഇത്രയും പീസ് ട്വൈൻ ഒരുമിച്ച് പിടിച്ച് നമുക്ക് ഡിസൈനിലത് തയ്ച്ച് പിടിപ്പിക്കാം. ഡിസൈനിൻ്റെ വീതി അനുസരിച്ചാണ് ട്വൈനുകളുടെ എണ്ണം നമ്മൾ എടുക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ട്വൈനാണെങ്കിൽ ഇത്ര അധികം ട്വൈൻ എടുക്കേണ്ടി വരില്ല. എൻ്റെ കയ്യിലുള്ളത് തീരെ കനം കുറഞ്ഞ ട്വൈനാണ്.
ഡിസൈനിൽ കുറച്ചുകൂടെ സ്പേസ് ബാക്കിയുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ജോയിനുകൾ നമുക്കിവിടെ തയ്ച്ച് ചേർക്കാം. സിഗ്സാഗ് സ്റ്റിച്ചിലാണ് നമ്മളിതിവിടെ തയ്ച്ച് ചേർക്കുന്നത്. ഈ ട്വൈൻ ഈ ഡിസൈനിൽ ഉറപ്പിക്കാനാണ് സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ തയ്ച്ചു പോകുന്നത്. ഇതായപ്പോൾ നമ്മൾ ഈ ഡിസൈനിൻ്റെ വീതി കുറഞ്ഞ സ്ഥലത്തെത്തി. ഇനി ഇവിടെയുള്ള വീതിക്കനുസരിച്ച് ജോയിനുകൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് വെട്ടിമാറ്റാം. വീതി ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുറച്ചധികം ജോയിനുകൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി അതിൻ്റെ മുകളിലൂടെ നേരത്തെ തയ്ച്ചതുപോലെ തന്നെ തയ്ച്ചു പോകാം. ഇനി ഈ തയ്ച്ച് ചേർത്ത ട്വൈനിൻ്റെ മുകളിലൂടെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്ത് ഭംഗിയാക്കി തയ്ച്ചു പോകാം. ഇവിടെ വീതി കുറഞ്ഞ ഭാഗമായി ഇവിടെ നമുക്ക് ജോയിനുകൾ കട്ട് ചെയ്ത് മാറ്റാം.
വശത്തും അതുപോലെ വീതി കുറഞ്ഞ ഭാഗമാണ് വരുന്നത്. അതുകൊണ്ട് ടോയിനുകൾ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ വീണ്ടും ഡിസൈനിന് വീതി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടോയിനുകൾ കൂട്ടിച്ചേർത്ത്, അതായത് കൂടുതൽ ആഡ് ചെയ്ത് തയ്ച്ചു പോകാം. ഇതുപോലെ വീതി കൂടിയ സ്ഥലങ്ങളിൽ ടോയിനുകൾ ആഡ് ചെയ്തും വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ടോയിൻ കട്ട് ചെയ്ത് മാറ്റിയുമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലൂടെ സാറ്റിൻ സ്റ്റിച്ചിൽ ടോയിൻ മുഴുവനും കവർ ചെയ്ത് ഭംഗിയാക്കി തയ്ച്ചു പോകാം. ഇതിങ്ങനെ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് എംബോസ് ചെയ്ത അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബി ലെറ്ററാണ് കിട്ടുന്നത്. സ്ക്രിപ്റ്റ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു രീതിയാണ് എംബോസ്ഡ് എംബ്രോയിഡറി.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.